നമസ്തേ. മതസംഘടനകളുടെ തിട്ടൂരങ്ങൾക്ക് മുൻപിൽ പകച്ചു നിൽക്കുകയും യു-ടേൺ എടുക്കുകയും ചെയ്ത വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിലാവും വി ശിവൻകുട്ടിയെ കാലം അടയാളപ്പെടുത്തുക. ഒന്നാം പിണറായി മന്ത്രിസഭയിൽ അനുഭവ സമ്പത്തും സീനിയോറിറ്റിയുമുള്ള നേതാക്കളായ ജി സുധാകരൻ, തോമസ് ഐസക്, എ.കെ. ബാലൻ, ഇ.പി. ജയരാജൻ, കെ.കെ. ശൈലജ എന്നിവർ മന്ത്രിമാരായിരുന്നു. ഇവരെയൊക്കെ ഒഴിവാക്കി താരതമ്യേന ജൂനിയറായ മന്ത്രിമാരെ ഉൾപ്പെടുത്തിയാണ് രണ്ടാം തവണ പിണറായി വിജയൻ മന്ത്രിസഭ രൂപീകരിച്ചത്. രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ഉള്ളതിൽ തലപ്പൊക്കമുള്ള മന്ത്രി എന്ന നിലയിൽ വി ശിവൻകുട്ടിയിൽ നിന്ന് ഏറെ പ്രതീക്ഷിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. പുരോഗമനപരമായ പല നിർദ്ദേശങ്ങളും വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ശ്രീ വി ശിവൻകുട്ടി മുന്നോട്ട് വെച്ചെങ്കിലും മതസാമുദായിക സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിക്കേണ്ടി വന്നു. ബാലുശ്ശേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ കൊട്ടിഘോഷിച്ച് തുടക്കം കുറിച്ച ലിംഗസമത്വ യൂണിഫോം സംസ്ഥാനത്ത് മുഴുവൻ വ്യാപിപ്പിക്കാനുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രമം സമസ്തയുടെയും മുസ്ലിം ലീഗിന്റെയും എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിക്കേണ്ടി വന്നു. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശ പ്രകാരം അധ്യയന സമയം രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ആക്കാനുള്ള നിർദ്ദേശം പരക്കെ സ്വാഗതം ചെയ്യപ്പെട്ടെങ്കിലും മദ്രസ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ചില മതസംഘടനകൾ തടസ്സമുന്നയിച്ചപ്പോൾ ഉപേക്ഷിക്കേണ്ടി വന്നു. സൂംബയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് ഉത്തമ വ്യായാമമുറ എന്ന നിലയിൽ ലോകം ഇരുകൈയും നീട്ടി സ്വീകരിച്ചതാണ് ഭാരതത്തിന്റെ സ്വന്തം യോഗ. എന്നാൽ യോഗയെ ഈഴ്ത്തിക്കെട്ടുക എന്ന ഉദ്ദേശത്തോടെയാണ് വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന സർക്കാരും സൂംബയുടെ പിന്നാലെ പാഞ്ഞത്. അപ്രതീക്ഷിതമായി എതിർപ്പുയർന്നതോടെ വിദ്യാഭ്യാസ വകുപ്പ് പിന്നാക്കം പോവുകയാണുണ്ടായത്. രണ്ടാം മുണ്ടശ്ശേരി എന്ന് വാഴ്ത്തപ്പെട്ട എം.എ. ബേബി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ മതമില്ലാത്ത ജീവനിലൂടെ സാമൂഹിക പരിഷ്കരണത്തിന് ശ്രമിച്ച വി.എസ്. അച്യുതാനന്ദൻ സർക്കാരിന് നേരിട്ട അനുഭവങ്ങൾ തന്നെയായിരുന്നു വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളിൽ രണ്ടാം പിണറായി സർക്കാരിനും നേരിട്ടത്. 2022 ഫെബ്രുവരിയിൽ കർണാടകയിലെ ഹിജാബ് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ പൂവച്ചൽ ഗവൺമെന്റ് സ്കൂളിലെ പുതിയ കെട്ടിടം ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ ഇതേ സ്കൂളിലെ പ്ലസ് 2 വിഭാഗത്തിലെ 6 ഹിജാബ് ധരിച്ച കുട്ടികളെ മാത്രം ഉൾപ്പെടുത്തി പ്രാർത്ഥന ചൊല്ലിക്കുകയും ഈ ചിത്രം കേരളത്തിന്റെ അഭിമാനം എന്ന അടിക്കുറിപ്പോടെ ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയും ചെയ്ത വിദ്യാഭ്യാസ മന്ത്രി യഥാർത്ഥത്തിൽ സുപ്രീം കോടതി നിർദ്ദേശം പോലും ലംഘിക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയരേഖ ഉയർത്തിക്കാട്ടി ഇതിന് എന്താണ് കുഴപ്പം എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തോട് ചോദിച്ച വിദ്യാഭ്യാസ മന്ത്രിക്ക് ഘടകകക്ഷിയുടെ എതിർപ്പ് മൂലം സ്വന്തം സംസ്ഥാനത്ത് അത് നടപ്പാക്കാനാവാതെ വന്നത് സ്വന്തം മനസാക്ഷിയോട് പോലും മന്ത്രിക്ക് നീതി പുലർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതിന്റെ തെളിവാണ്. ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ 10,000-കണക്കിന് നിയമനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതിലൂടെ ഈ സർക്കാരിന്റെ ക്രൂരമുഖമാണ് പ്രകടമായത്. പാചക തൊഴിലാളിയുടെ കൂലിക്കാശ് പോലും മാസങ്ങളോളം പിടിച്ചുവെച്ച സർക്കാർ എന്ന നിലയിൽ രണ്ടാം പിണറായി സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഓർമ്മപ്പെടുക തന്നെ ചെയ്യും. ഏറ്റവും ഒടുവിൽ എലിജിബിലിറ്റി ടെസ്റ്റ് യോഗ്യതയുടെ പേരിൽ സംസ്ഥാനത്തെ 60,000-ഓളം അധ്യാപകരെ പ്രതികൂലമായി ബാധിക്കുന്ന സെപ്റ്റംബറിൽ പുറത്തുവന്ന സുപ്രീം കോടതി വിധി പുനർപരിശോധിക്കുന്നതിനായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നൽകിയ റിവ്യൂ പെറ്റീഷനിൽ ഒപ്പുവെക്കാൻ മറന്ന സർക്കാർ എന്നതും രണ്ടാം സർക്കാരിന്റെ തൊപ്പിയിലെ പൊൻതൂവലായി വാഴ്ത്തപ്പെടും.